ഇപ്പോൾ തിരുവമ്പാടിയുടെ വെടിക്കെട്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. തീർച്ചയായിട്ടും പകൽ വെളിച്ചത്തിൽ നടക്കുന്ന വെടിക്കെട്ടിൻ്റെ മാസ്മരികത നമുക്കിതിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിജയകുമാർ, മറ്റെന്താണ് പറയാനുള്ളത് ഈ വെടിക്കെട്ടിനെ കുറിച്ച്? ഇപ്പോൾ വേറൊരു വിവരം കൂടി വരുന്നത്, ഈ ഇന്നത്തെ പകൽ നടക്കേണ്ട ചില പ്രധാനപ്പെട്ട പൂരച്ചടങ്ങുകളുണ്ട്. ഒന്നുകിൽ അത് വെട്ടിച്ചുരുക്കുകയോ അതല്ലെങ്കിൽ അത് കുറെ കൂടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ചടങ്ങുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരും എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. കാരണം ഈ രാവിലെ മുതൽ തന്നെ പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കേണ്ടതാണ്. അപ്പോൾ ആനയൊന്നും അവിടേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് ആ ചടങ്ങുകൾ ഒന്നുകിൽ കൂടുതൽ സമയമെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ചുരുക്കേണ്ടി വരുമെന്ന് ദേവസ്വങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ ഉപചാരം ചൊല്ലിപ്പിരിയിലൊക്കെ ഉച്ചയോടെ നടക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത് വൈകും. വെടിക്കെട്ട് ഇത്രയും 4 മണിക്കൂർ വൈകിയാണ് വെടിക്കെട്ട് നടക്കുന്നത്. 4-4.5 മണിക്കൂർ വൈകിയിട്ടുണ്ട്. 5 മണിക്കൂറൊക്കെ വൈകി വെടിക്കെട്ട് തുടങ്ങണം. അപ്പോൾ അതനുസരിച്ച് മറ്റു ചടങ്ങുകളും വൈകും. അതല്ലെങ്കിൽ അത് വെട്ടിച്ചുരുക്കേണ്ടി വരും എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആകെ പൂരത്തിൻ്റെ സമയം അത് സാധാരണ ഗതിയിൽ നടക്കേണ്ടതിനേക്കാൾ കൂടുതൽ സമയം പൂരത്തിൻ്റെ ചടങ്ങുകൾ നീണ്ടുപോകുന്നു. അത് ഇന്ന് പകൽ നടക്കേണ്ട ചടങ്ങുകളെ കൂടി ബാധിക്കും എന്നൊരാശങ്ക ഇപ്പോൾ ദേവസ്വം പങ്കുവയ്ക്കുന്നുണ്ട്. വിജയകുമാർ, 2 കൊല്ലം മുമ്പ് നമ്മൾ ഓർമ്മിക്കുന്നു, ഒരു ഉച്ചനേരം വെടിക്കെട്ട് നടന്നു. അപ്പോൾ ആദ്യ സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരല്പം ഇരുട്ട് പരക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ ഇപ്പോൾ നല്ല വെളിച്ചമായിരിക്കുന്നു. അതിൻ്റേതായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു വിജയകുമാർ. ഉറപ്പായും ഈ പകൽ വെളിച്ചത്തിൽ ഒട്ടും സുന്ദരമായിരിക്കില്ല പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വെടിക്കെട്ട് കാണാൻ. അതിൻ്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. അതിൻ്റെ ആ സമയത്ത് മാനത്ത് തെളിയുന്ന ദൃശ്യവിസ്മയം ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അത് ഒന്നും ഈ പകൽ വെളിച്ചത്തിൽ, സൂര്യവെളിച്ചത്തിൽ അനുഭവവേദ്യമാകുന്നില്ല നമുക്ക്. ആ നിലയിൽ തയ്യാറാക്കിയത് എനിക്ക് തോന്നുന്നത് ഈ കലാകാരന്മാർ എത്രയോ നാളുകളായി അവരുടെ അധ്വാനമാണ് ഇത് തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നത്. അത് തയ്യാറാക്കി ഇത്തരമൊരു വലിയ പുരുഷാരത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവരുടെ നിരാശയും ഈ ഘട്ടത്തിൽ നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. അവരുടെ ആ കലാവിരുത് ലോകത്തിന് കാണാനേ കഴിയുന്നില്ല. അത് മുഴുവൻ നിഷ്പ്രഭമായി പോയി എന്ന കടുത്ത നിരാശ കലാകാരന്മാർക്കുണ്ട്. ഇതൊരു വലിയ കല കൂടിയാണല്ലോ, ആ നിലയിലാണല്ലോ അവരിത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നിരാശ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പൂരം ആസ്വദിക്കാൻ തൃശ്ശൂരിലും പരിസരത്തും എത്തിയവർക്കും വലിയ നിരാശ തന്നെയുണ്ട്. ഇതൊരു ശബ്ദം മാത്രമാണ് ഈ ഘട്ടത്തിൽ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ആ നിറക്കൂട്ടിൻ്റെ മനോഹാരിതയൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. അങ്ങനെയൊന്നും ആയിരുന്നില്ല പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കേണ്ടിയിരുന്നത്. ഇരുളിൽ ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 2 മണി മുതൽ ഏതാണ്ട് ഒരു 2 മണിക്കൂർ തുടർച്ചയായി 2 മണിക്കൂർ ഇങ്ങനെ അത്ഭുതങ്ങളായിരുന്നു മാനത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. അതൊന്നുമില്ലാതെ അവർ കൊണ്ടുവന്ന വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിച്ചു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഇത്. അതിലേതായാലും കടുത്ത നിരാശ പൂരപ്രേമികൾക്കുണ്ട്. അത് തയ്യാറാക്കിയ ഈ കലാകാരന്മാർക്കും ആ നിരാശയുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് പകൽ വെളിച്ചത്തിൽ, ഇത് ഇരുളിൽ രാത്രിയിലായിരുന്നെങ്കിൽ എത്ര മനോഹരമായി ആ പൂക്കൾ ചിതറുന്നതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഭംഗി ഒട്ടും ആസ്വദിക്കാൻ കഴിയാതെ ആണ് പൂരപ്രേമികൾ ഈ വെടിക്കെട്ട് ഒരു ചടങ്ങെന്ന പോലെ ഇപ്പോൾ കാണുന്നത്. എന്തായാലും വിജയകുമാർ, പൂരത്തിൻ്റെ വെടിക്കെട്ടിന് നിറം മങ്ങിപ്പോയി എന്നുള്ളൊരു സങ്കടകരമായ കാര്യം പൂരപ്രേമികളെ എക്കാലവും വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പകൽ വെളിച്ചത്തിൽ നടക്കുന്ന ഈ വെടിക്കെട്ട് അവർ മുൻകാലങ്ങളിലെ അവർ വെടിക്കെട്ട് അനുഭവമായി അവർ തട്ടിച്ചു നോക്കും, താരതമ്യപ്പെടുത്തും. അപ്പോഴൊക്കെ തന്നെ വല്ലാത്ത നിരാശയുടെ ചുഴിയിൽ അവർ വീണുപോയി എന്ന് വരും. സൂരജ് സജി കൂടി നമുക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. സൂരജ് സജി, തീർച്ചയായിട്ടും കുറേ ആളുകളെങ്കിലും ഇത് ആസ്വദിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ ആസ്വാദനത്തിന് പരിമിതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? എന്തായാലും ഈ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാവരും ഇന്നലെ ഈ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി ഇന്നലെ ഈ രാത്രി ഇതേ സമയത്തൊക്കെ കയറിയിരുന്ന ആളുകളാണ്. കാരണം വൈകുന്നേരത്തോടൊക്കെ കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കെട്ടിടത്തിലടക്കമുള്ളവരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ ഇന്നലെ വൈകുന്നേരം 7 മണിക്കൊക്കെ ഇരിപ്പിടം പിടിച്ച ആളുകളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച്
ഹാവൂ, എന്തായാലും നല്ല പൊട്ടലാ പൊട്ടിയത്. വിജയകുമാർ, എങ്ങനെയുണ്ടായിരുന്നു, ആസ്വദിച്ചോ? എസ് കെ എൻ ഗംഭീരമായിരുന്നു. പക്ഷേ നമ്മളിത് നേരത്തെ പറഞ്ഞതുപോലെ ആ രാത്രിയിലായിരുന്നെങ്കിൽ കുറെ കൂടി രസമുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതങ്ങ് പൊട്ടിച്ച് തീർക്കുകയാണ് അവർ, അതല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതങ്ങ് പൊട്ടിച്ച് തീർത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ഭംഗി, അതിൻ്റെ വർണ്ണം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ നിറക്കൂട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ആ വെടിക്കെട്ടിൻ്റെ ശബ്ദം, നേരത്തെ ഈ നിയന്ത്രണങ്ങൾ കുറെ കൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് വന്ന സമയത്ത് ഈ കമ്പക്കെട്ടുകാർ ആ ശബ്ദം കുറയ്ക്കുകയും അതിൻ്റെ നിറം, അതിൻ്റെ കളർ കൂട്ടുകയും ചെയ്തു. ഈ നിലയമിട്ടൊക്കെ എന്ന് പറയുന്നൊക്കെ സംഗതികളുടെ ശബ്ദവും കുറച്ച്, പകരം അതിൽ നിന്നൊക്കെ മനോഹരമായ നിറം ആകാശത്ത് പരക്കുന്ന തരത്തിലേക്ക് അതൊക്കെ അവർ മാറ്റിയിരുന്നു. കഴിഞ്ഞ 2-3 പൂരങ്ങളായിട്ട് അങ്ങനെയാണ്. ഈ അനുമതി കിട്ടാനൊക്കെ ഈ പ്രയാസമായതുകൊണ്ട് ശബ്ദം കുറയ്ക്കാൻ ഉള്ള തീരുമാനമെടുത്തിരുന്നു. പണ്ട് പൂരം കൂടിയവർക്കറിയാം, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. മാരകമായ ശബ്ദമായിരുന്നു. വലിയ കിലോമീറ്റർ ദൂരത്തേക്ക് അതിൻ്റെ പ്രകമ്പനങ്ങൾ ആളുകൾക്ക് അറിയാൻ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന്. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ ശബ്ദം കുറയ്ക്കുകയും അതിൻ്റെ നിറം, അതിൻ്റെ കളറ്, ആകാശത്തെ വർണ്ണവിസ്മയം അത് കൂട്ടുകയും ചെയ്തിരുന്നു. ആ നിലയിലാണ് ഇപ്പോൾ വെടിക്കെട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പകൽ വെളിച്ചത്തിൽ നമുക്കതൊന്നും മനസ്സിലാകുന്നതേ ഇല്ല, കാണാനേ കഴിയുന്നില്ല. ഇതാ അതിൻ്റെ അത്തരം ചില സംഗതികൾ കൂടി ബാക്കിയുണ്ട്, അതുകൂടി കാണാൻ തോന്നുന്നു. എസ് കെ തിരുവമ്പാടി ദേവസ്വൻ്റെ വെടിക്കെട്ടിൻ്റെ അവസാന ലാപ്പിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആകാശത്ത് നല്ല നിറങ്ങളുടെ വൈവിധ്യം ഉണ്ടാക്കേണ്ട വെടിക്കെട്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. അതിൻ്റെ പിന്നിൽ സൂര്യൻ മറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.